അസോസിയേഷന്റെ സ്വാന്തനം എന്ന മന്ത്ലി ഫ്രീ ഹെൽത്ത് ചെക്കപ്പിന്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടന ചടങ്ങിലാണ് നമ്മളിവിടെ എല്ലാവരും എത്തിച്ചേർന്നിരിക്കുന്നത്. നമ്മുടെ ബഹുമാനപ്പെട്ട മഞ്ജു ഡോക്ടർ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുപോലെ നമ്മുടെ CNRIയുടെ ജനറൽ പ്രസിഡന്റ്, സെക്രട്ടറി, വനിതാ ഘടകം പ്രസിഡന്റ്, മറ്റ് ഭാരവാഹികൾ, അതുപോലെ തന്നെ വനിതാ അംഗങ്ങൾ, ജനറൽ അംഗങ്ങൾ, എല്ലാവരെയും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഈശ്വര പ്രാർത്ഥനയോടുകൂടി നമ്മുടെ യോഗം ആരംഭിക്കാം. സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴുമാദ്യ നാമം ഇന്നു വാഴ്ത്തിടാം. ഞങ്ങൾ പാടുമീ സ്വരങ്ങൾ കീർത്തനങ്ങളാകണേ, ചൂടോലമാകണേ, കുഞ്ഞു വീടിനുൾ തളങ്ങൾ സ്വർഗമാകണേ. അമ്മ നൽകുമുമ്മ പോലും അമൃതമേകണേ. പൂർണ്ണമീ ചരാചരങ്ങൾ ഗുരുവരങ്ങളാകണേ. ഹൃദയരാഗതന്ത്രി മീട്ടി. കാഞ്ഞൂർ ചർച്ച് റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് ശ്രീ അഡ്വക്കേറ്റ് വർഗീസ് കോയിക്കര, നമ്മുടെ ഇന്നത്തെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് നമ്മളോട് സംസാരിക്കാനുള്ള ഡോക്ടർ മഞ്ജു, മറ്റ് ചർച്ച് റെസിഡൻസ് അസോസിയേഷൻ്റെ അംഗങ്ങൾ. നമ്മൾ ഈ റെസിഡൻസ് അസോസിയേഷൻ ആരംഭിച്ചത് ഏപ്രിൽ മാസമാണ്. ഏപ്രിൽ മാസം തൊട്ടാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ തുടങ്ങിയത്. അതോടനുബന്ധിച്ച് തന്നെ നമ്മൾ ഒട്ടനവധി പ്രവർത്തനങ്ങൾ റെസിഡൻസ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ ഏറ്റെടുക്കുകയുണ്ടായി. ആദ്യമായി നമ്മൾ ശുചീകരണ പ്രവർത്തനങ്ങൾ, നമുക്കറിയാം കാഞ്ഞൂർ ഈ പ്രദേശം നമ്മുടെ റെസിഡൻസിൻ്റെ ഏരിയയിലുള്ള റോഡുകളൊക്കെ നമ്മൾ തന്നെ ക്ലീൻ ചെയ്തു. ഒപ്പം തന്നെ ഓണത്തോടനുബന്ധിച്ച് നമുക്ക് നമ്മളുടെ മുറ്റത്ത് പൂക്കളിടാനായിട്ട് പൂക്കൃഷി എന്ന രീതിയിൽ അതും നമ്മളുടെ നേതൃത്വത്തിൽ അതും ആരംഭിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ പച്ചക്കറിയും തുടങ്ങിയിട്ടുണ്ട് കുറച്ചൊക്കെ. വീണ്ടും പോലെ തന്നെയാണ് നമ്മൾക്ക് ജീവിതശൈലി രോഗങ്ങൾ, നമ്മുടെ പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ എന്ന് പറയുന്നതൊക്കെ നമ്മുടെ ജീവിതശൈലിയിൽ പെടുന്ന രോഗങ്ങൾ തന്നെയാണ്. അത് കണ്ടെത്തി സമയാസമയം ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. അപ്പം അതിനെ കുറിച്ച് നമുക്ക് എങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്യാമെന്നുള്ളതും വിശദീകരിച്ച് തരുന്നതിനും കൂടിയിട്ടാണ് നമുക്കിന്ന് ഡോക്ടറുടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് കർത്തവ്യം എന്നുള്ളത് സ്വാഗതം പറയാമെന്നുള്ളതാണ്. ഈ യോഗത്തിന് അധ്യക്ഷനായിട്ട് ശ്രീ വർഗീസ് കോയിക്കരി. ഇന്നത്തെ നമ്മളുടെ വിശിഷ്ട അതിഥി ഡോക്ടർ മഞ്ജുവിനെ നിങ്ങളുടെ ഓരോരുത്തരുടെ പേര് സ്വാഗതം ചെയ്യുകയുള്ളൂ. പിന്നെ എക്സിക്യൂട്ടീവ് അംഗം ജോസഫിനെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സെക്രട്ടറി ജോസഫ് പാർക്കർ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഓരോരുത്തരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പരിപാടി ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമുക്ക് ഏറ്റവും ബഹുമാനിയായ ഡോക്ടർ മഞ്ജു, നമ്മുടെ CNRIയുടെ വനിതാ ഘടകം പ്രസിഡന്റ് ശ്രീമതി രാധാമണി, CNRI സെക്രട്ടറി ശ്രീ ജോസഫ്, വൈസ് പ്രസിഡന്റുമാരായ ശ്രീ ജോസ് കാഞ്ഞിരത്തിങ്കൽ, ശ്രീമതി രമ, നമ്മുടെ ഇതിൻ്റെ രക്ഷാധികാരി ശ്രീ KA വർഗീസൻ, ശ്രീ നമ്മുടെ വനിതാ ഘടകത്തിൻ്റെ സെക്രട്ടറി ഹില്ല, സ്നേഹം നിറഞ്ഞ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ റെസിഡൻസ് അസോസിയേഷൻ കുടുംബാംഗങ്ങൾ. നമുക്കറിയാം, നമ്മൾ മെയ് മാസത്തിൽ ചർച്ച് നഗർ റെസിഡൻസ് അസോസിയേഷൻ കാഞ്ഞൂർ ആരംഭിച്ചിട്ട് ഇതിപ്പോൾ ഓഗസ്റ്റ് മാസത്തിൻ്റെ പകുതിയിലേക്ക് പ്രവേശിക്കുകയാണ്.
ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ വ്യക്തമായി നാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ സംഘടന ഈ കാഞ്ഞൂർ അങ്ങാടിയിൽ നാം രൂപീകരിച്ചത്. 54 കുടുംബങ്ങൾ ഈ സംഘടനയിൽ ബന്ധപ്പെടുത്തിയിട്ടുണ്ട്. ഈ സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമ്മുടെ കാഞ്ഞൂർ പഞ്ചായത്തിൻ്റെ അതിർത്തിയിൽ പ്രവർത്തിക്കുന്ന മറ്റ് റെസിഡൻസ് അസോസിയേഷനുകളിൽ നിന്നും മാറി നോക്കുമ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ചില പ്രവർത്തന പരിപാടികളുമായിട്ടാണ് നാം മുന്നോട്ട് പോകുന്നത്. ഈ കഴിഞ്ഞ 3 മാസക്കാലത്തിനിടയ്ക്ക് നാം 2 പ്രവർത്തന പരിപാടികൾ നാം ചെയ്യുകയുണ്ടായി. നമുക്കറിയാം, നമ്മുടെ ഈ അങ്ങാടി പ്രദേശത്തുള്ളതായ മെയിൻ റോഡുകളെല്ലാം കാട് പിടിച്ചോണം പാമ്പും അതുപോലെ തന്നെ പട്ടിയും എല്ലാമായിട്ട് കിടക്കുകയാണ്. അപ്രകാരമുള്ള ഒരവസ്ഥ ഉണ്ടായിട്ട് ബന്ധപ്പെട്ട അധികാരികൾ ഇത് ശ്രദ്ധിക്കാതെ വന്നപ്പോൾ നാം എല്ലാവരും വളരെ കർമ്മനിരതരായ രംഗത്ത് വരികയും നമ്മുടെ റോഡുകൾ ക്ലീൻ ചെയ്യുകയും അത് ഒരു മാതൃകാപരമായി ഈ കാഞ്ഞൂർ പഞ്ചായത്തിൽ മാറുകയും നമ്മുടെ സമീപ പ്രദേശത്ത് നമ്മൾക്ക് ശേഷം രൂപീകരിച്ച ഒരു സംഘടന അവരുടെ ഭാഗവും അല്ലെങ്കിൽ അവരുടെ റോഡും എല്ലാം കൃത്യമായി ശുചീകരിക്കുകയെല്ലാം ചെയ്യും. അതോടൊപ്പം തന്നെ നമ്മുടെ സ്വന്തം പൂക്കളോടൊപ്പം ഈ തവണത്തെ ഓണം ആഘോഷിക്കണം എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ട് നാം ഇവിടെ വെന്തികൃഷി, അതോടൊപ്പം തന്നെ കുറച്ച് പച്ചക്കറിയുമെല്ലാം. ഇത് നമ്മുടെ 3ാമത്തെ സംരംഭമാണ് ഈ പരിപാടി. ഈ പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ചാരിറ്റിയുടെ ഭാഗമായിട്ടും അതോടൊപ്പം തന്നെ നമ്മുടെ ഈ മേഖലയിലുള്ള പ്രായമായവർ അനുഭവിക്കുന്ന വേദനകൾ കണ്ടുകൊണ്ടാണ്. നമുക്കറിയാം, രാവിലെ നാം എഴുന്നേറ്റ് നോക്കുമ്പോൾ ഒരു 6 മണിക്ക് നാം നമ്മുടെ വീടിന്റെ മുൻപിലൊന്ന് വന്നിരുന്നാൽ നമുക്ക് കാണാൻ കഴിയും പ്രായമായവര് പള്ളിയിൽ കുർബാന കഴിക്കുന്ന സമയവും ആ സമയത്ത്. അപ്പൊ അത് നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഈ റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ മാസത്തിലൊരിക്കലെങ്കിലും സൗജന്യമായി ഈ മേഖലയിൽ നാം ഉദ്ദേശിക്കുന്നത് എല്ലാ 2ാം ശനിയാഴ്ചയും ഏകദേശം 7 മണി മുതൽ 9 മണി വരെ നാം ഇവിടെ തന്നെ ഈ വീട്ടിന്റെ മുൻപിലത്തെ കാരണം സെന്റർ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ സെന്റർ പോയിന്റിൽ ആവശ്യക്കാർ വരികയും അവരുടെ രക്തം പരിശോധിച്ച് കൊടുക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് നാം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് പ്രധാനമായിട്ടും നേതൃത്വം കൊടുക്കുന്നത് നമ്മുടെ വൈസ് പ്രസിഡന്റ് ശ്രീമതി രാധയും അതേപോലെ തന്നെ രമയും അതുപോലെ തന്നെ നമ്മുടെ സെക്രട്ടറിയുടെ ഭാര്യയായ സിനിയുമായി. ഈ 2 പേരും നമ്മുടെ മെഡിക്കൽ ഫീൽഡ് രംഗത്ത് പ്രവർത്തിക്കുന്നവരാണ്. അവരുടെ സേവനം വളരെ സുത്യന്തമായിരിക്കും. കാരണം അവർ വളരെ ഒരു ദിവസം അല്ലെങ്കിൽ അന്ന് രാവിലെ ഇവിടെ വന്ന് വരികയും ഈ ബ്ലഡ് പരിശോധിക്കുകയും ചെയ്യുന്നത് വളരെ അടുത്തുള്ള കച്ചേരിപ്പറമ്പിൽ പോയി രക്തപരിശോധന നടത്തുവാനായുള്ള ബുദ്ധിമുട്ടുള്ളവരെ കണ്ടുകൊണ്ടാണ് നാം ഈ പരിപാടി ആവിഷ്കരിച്ചിട്ടുള്ളത്. മാക്സിമം ഇപ്പം ആരെങ്കിലും നമ്മുടെ ഈ സംഘടനയിൽ നിന്ന് വെളിയിൽ നിന്ന് വന്നാൽ തന്നെ നാം അവിടെ അനുഭാവപൂർവ്വം അവരെ പരിഗണിക്കേണ്ടതായിട്ട് വരും. ആരെങ്കിലും ഒരാൾ വന്ന് ഇവിടെ ഇങ്ങനെ പരിശോധനയുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് വരുമ്പോൾ നമുക്ക് അവരെ മാറ്റി നിർത്താൻ പറ്റില്ല. എന്തായാലും ചിലപ്പോൾ നമ്മൾ പരിശോധിക്കേണ്ടി വരും. അതിന് പരിശോധിക്കുക, അത് നമ്മുടെ മാനുഷികമായ ഒരു പരിഗണന ഇപ്പോൾ പരിശോധിക്കേണ്ടതായിട്ട് വരും. ഏതായാലും ഈ സംരംഭം ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യുകയാണ്. ആ പരിപാടിക്ക് നിങ്ങളുടെ ഏവരുടെയും തുടർന്നുള്ള എല്ലാ ശനിയാഴ്ചകളും എല്ലാ 2ാം ശനിയാഴ്ചയും നടക്കുവാൻ പോകുന്ന ഈ പരിപാടിക്ക് നിങ്ങളുടെ ആത്മാർത്ഥമായ സഹകരണം ഏവരെയും ഉണ്ടാകണം. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണത്തോടു കൂടി മാത്രമേ നമുക്ക് ഈ പരിപാടി തന്നെ എന്ത് പരിപാടി ആയാലും മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അതിനുശേഷം നമ്മുടെ ഓണാഘോഷ പരിപാടികൾ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ആ പരിപാടികളെല്ലാത്തിനും നമ്മൾ ആത്മാർത്ഥമായിട്ട് സഹകരിക്കണം എന്ന് പ്രത്യേകം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഇന്ന് ഈ വേദിയിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഏവരെയും ഒരിക്കൽ കൂടി CNRയുടെ പ്രസിഡന്റ് എന്ന രീതിയിൽ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയും നിങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ബഹുമാനപ്പെട്ട റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ്, സെക്രട്ടറി, വനിതാ വിഭാഗം പ്രസിഡന്റ്, അപ്പോൾ ഇവിടെ എന്തായാലും ഇപ്പോൾ പ്രസിഡന്റ് പറഞ്ഞാണ് ഞാൻ ഇവിടുത്തെ പ്രവർത്തനങ്ങളല്ല അറിഞ്ഞത്. അത് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷം തോന്നി. നിങ്ങൾ ആരോഗ്യത്തിന്, നമുക്കിപ്പോൾ ആരോഗ്യമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അല്ലേ? അപ്പോൾ അതിന് ഇത്രയധികം ഇമ്പോർട്ടൻസ് നിങ്ങൾ എല്ലാവരും കൊടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം.
അതേപോലെ തന്നെ അത് മാത്രമല്ല ഇപ്പം ഈ ബന്ദി കൃഷി, അതേപോലെ കൃഷി, പച്ചക്കറിയുടെ കൃഷി, അതൊക്കെ വളരെ നല്ല കാര്യങ്ങൾ തന്നെ. അതുപോലെ തന്നെ എനിക്ക് പുതിയൊരു സജഷൻ കൂടി ഉണ്ട്. ചില പഞ്ചായത്തുകളിൽ കാണാം ഈ ഓപ്പൺ ജിം, അത് എക്സസൈസ് ചെയ്യാനുള്ള ഒരു വേദി കൂടി, അതുകൂടി ഒരുക്കുകയാണെങ്കിൽ അത് വളരെ നല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായിരിക്കുന്ന ഉള്ളൊരു ചെറിയൊരു സജഷൻ കൂടി എനിക്കുണ്ട്. എനിക്കറിയാം ഇപ്പോൾ ജീവിതശൈലി രോഗങ്ങൾ വളരെ കോമൺ ആണ് എല്ലാവർക്കും. ഇപ്പോൾ പ്രഷറും ഷുഗറും ഇല്ലാത്ത ആൾക്കാർ വളരെ കുറവാണ്. അപ്പോൾ ഇതിൻ്റെ മെയിൻ കാരണങ്ങൾ എന്താ, പേരിൽ തന്നെയുണ്ട്, ജീവിതശൈലി. നമ്മുടെ ജീവിതശൈലി വരുത്തുന്ന മാറ്റങ്ങൾ കൊണ്ട് തന്നെ നമുക്കൊരു പരിധി വരെ ഈ അസുഖങ്ങളെല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിൽ പ്രധാനമായിട്ട് വരുന്നത് BP, ഹൈപ്പർ ടെൻഷൻ, അതുപോലെ പ്രമേഹം, പക്ഷാഘാതം, സ്ട്രോക്ക്, അതുപോലെ ഹാർട്ടിന് വരുന്ന അസുഖങ്ങൾ, റീനൽ ഫെയിലിയർ, ഈവൻ ക്യാൻസർ പോലും ഇപ്പോൾ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് ഈ പ്രഷറിനെ പറ്റി നമുക്ക് പറയാം. അതായത് നമ്മുടെ രക്തസമ്മർദ്ദം കൂടുന്നതാണ് ഒരു അളവിൽ വിട്ട്. അതായത് സിസ്റ്റോളിക് 140-40-നെക്കാളും അതുപോലെ ഡയസ്റ്റോളിക് 90-നേക്കാളും കൂടുന്നതാണ് രക്താതിസമ്മർദ്ദം. അപ്പം അത് വരുന്നതിൻ്റെ മെയിൻ കാരണങ്ങൾ എന്താണ്? നമ്മുടെ എക്സസൈസ് കുറവാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പോൾ പണ്ടത്തെ കാലത്ത് എല്ലാവരും പറമ്പിലും പാടത്തും പോയി ജോലി ചെയ്യുന്നു. ഇപ്പം എല്ലാവരും ഇരുന്നുള്ള ജോലികളാണ് കൂടുതൽ ചെയ്യുന്നത്. അപ്പോൾ അതാണ് മെയിൻ പ്രശ്നം, എക്സസൈസ് കുറവ്. അതേപോലെ തന്നെ നമ്മുടെ ആഹാരക്രമത്തിലും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ പുറത്ത് ഹോട്ടലിൽ പോയി ഫാസ്റ്റ് ഫുഡ് കഴിക്കുക, അതൊക്കെ വളരെ കോമൺ ആണ്. ഈവൻ കൊച്ചു കുട്ടികൾക്ക് പോലും ആ ഫുഡാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പോൾ അങ്ങനത്തെ ഉള്ള ഫുഡ്, ജങ്ക് ഫുഡ് കഴിക്കുന്നത് വളരെ വലിയൊരു കാരണമാണ് ഈ പ്രഷറും ഷുഗറൊക്കെ വരുന്നതിൻ്റെ. അതുപോലെ നമ്മുടെ ഭക്ഷണത്തിൽ പച്ചക്കറികളും ഫ്രൂട്ട്സും വളരെയധികം കുറവ് ഉപയോഗിക്കുന്നതിലൂടെയും നമുക്ക് ഈ അസുഖങ്ങൾ വരാം. അപ്പോൾ എക്സസൈസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ പറയുന്നത് ശരീരഭാരം കുറയ്ക്കുക എന്നുള്ളതാണ്. ശരീരഭാരം കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു 10%, അതിപ്പോൾ 90 കിലോ ഉള്ള ഒരാൾ ഒരു 10% വെയിറ്റ് കുറച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ സിസ്റ്റോളിക് ബ്ലഡ് പ്രഷറിൻ്റെ ഒരു 10 റീഡിങ് കുറയും. അത് 90 കിലോ വെയിറ്റ് ഉള്ള ഒരാൾ 80 കിലോ ആക്കി കഴിഞ്ഞാൽ ഒരു 3 മാസത്തിനുള്ളിൽ, പെട്ടെന്ന് കുറയ്ക്കാൻ പാടില്ല, ഒരു 3 മാസം കൊണ്ട് കുറയ്ക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ ഒരു 10 റീഡിങ്ങെങ്കിലും കുറവ് കിട്ടും. അതുപോലെ എക്സസൈസിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. എല്ലാ ദിവസവും ഒരു 1/2-3/4 മണിക്കൂർ നിങ്ങൾ വേറെ ഒരു എക്സസൈസ് ചെയ്യേണ്ട, ജസ്റ്റ് നടന്നാൽ മാത്രം മതി. ഒരു 1/2-3/4 മണിക്കൂർ ബ്രിസ്ക് വാക്കിംഗ് എന്നാണ് പറയുന്നത്. അത് നടന്നാൽ തന്നെ നമുക്ക് പ്രഷറും ഷുഗറും അതിനോട് അനുബന്ധമായിട്ടുള്ള അതിൻ്റെ കോംപ്ലിക്കേഷൻസ് ആണ്. ഇപ്പോൾ ഈ ഷുഗറുള്ള ആൾക്കാരിൽ ഹാർട്ട് അറ്റാക്സ് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതുപോലെ കിഡ്നി ഫെയിലിയർ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഒരു സാധാരണ ഒരാളെക്കാളും ഷുഗറുള്ള ആൾക്കാർ, ഷുഗറും പ്രഷറുള്ള ആൾക്കാരിൽ ഇതെല്ലാം വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പോൾ നമുക്കൊരു പരിധി വരെ ഈ എക്സസൈസിലൂടെ ഷുഗറും BP കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുമൂലം ഇതിൽ കൂടി ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ്, അതായത് ഈ പക്ഷാഘാതം, കാർഡിയക് ഡിസീസ്, അതുപോലെ കണ്ണിൻ്റെ കാഴ്ച ശക്തി കുറയുക, അങ്ങനെയുള്ള ന്യൂറോപ്പതി, കാലിലും കയ്യിലൊക്കെ ഉള്ള മരവിപ്പ്, അതെല്ലാം നമുക്ക് തടയാനായിട്ട് സാധിക്കും. അതുപോലെ ഭക്ഷണത്തിൽ ഉപയോഗിക്കുന്ന ഉപ്പിൻ്റെ അളവ് നമ്മൾ ഏകദേശം ഒരു 2.5 മില്ലിഗ്രാം മാത്രമേ നമ്മുടെ ഭക്ഷണത്തിൽ ഉപ്പിൻ്റെ ആവശ്യമുള്ളൂ. ഈ പിക്കിൾസ്, അച്ചാറുകൾ, അല്ല ഉപ്പിലിട്ട സാധനങ്ങൾ, അതെല്ലാം ഒഴിവാക്കാം. അതോടൊപ്പം തന്നെ പൊട്ടാസ്യം കൂടുതലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതായത് പൊട്ടാസ്യം കൂടുതലുള്ള ഭക്ഷണം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഏത്തപ്പഴം, ഓറഞ്ച്, കുറച്ച് പുളിരസമുള്ള ഫ്രൂട്ട്സ്, അതെല്ലാം ഇത് കൂട്ടുന്ന പൊട്ടാസ്യം റിച്ച് ഫുഡ്സാണ്. അത് പൊട്ടാസ്യം കഴിക്കാൻ പാടുള്ളത് കിഡ്നി ഫെയിലിയർ ഉള്ള ആൾക്കാർക്ക് മാത്രമാണ്. മറ്റെല്ലാവർക്കും പൊട്ടാസ്യം കൂടുതലുള്ള ഫ്രൂട്ട്സ് കഴിക്കുന്നത് ഒരു പരിധിവരെ നല്ലതാണ്. അതുപോലെ നമ്മുടെ ഭക്ഷണത്തിൽ നാരുകൾ അടങ്ങിയ ഭക്ഷണം, അതായത് ഫ്രൂട്ട്സും വെജിറ്റബിൾസും, അത് ഒരുപാട് ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കാം. ഇപ്പം എല്ലാവരും നോൺ വെജ് ഒരുപാട് കഴിക്കുന്നുണ്ട്, പക്ഷെ അങ്ങനെയല്ല. നമ്മളിപ്പോൾ ഒരു ഹെൽത്തി പ്ലേറ്റ് എന്ന് പറയുന്ന പ്ലേറ്റ് ഉണ്ട്. അതായത് അത് 4ആയിട്ട് തിരിക്കുകയാണെങ്കിൽ അതിലൊരു ഭാഗം വെജിറ്റബിൾസ്, ഒരു ഭാഗം ഫ്രൂട്ട്സ്, ഒരു ഭാഗം ചോറ് അല്ലെങ്കിൽ നമ്മുടെ ചപ്പാത്തി, ധാന്യങ്ങൾ, ഗോതമ്പ്, അതിൽ ഒരു ഭാഗം നട്ട്സ്. അതാണ് ആ ഒരു പ്ലേറ്റ് നമ്മൾ ഡിവൈഡ് ചെയ്യണമെങ്കിൽ. അപ്പോൾ നമ്മുടെ എല്ലാ ദിവസത്തെ ഭക്ഷണത്തിലും ഈ 4 കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആയിരിക്കണം. ഫ്രൂട്ട്സ് ഉണ്ടായിരിക്കണം, വെജിറ്റബിൾസ് ഉണ്ടായിരിക്കണം, ചോറിലേത് നമ്മുടെ ബ്രൗൺ റൈസാണ് കൂടുതൽ നല്ലത് പച്ചരിയേക്കാളും വെളുത്ത റൈസിനേക്കാളും. അപ്പോൾ ഈ 4 കൂടിയതാണ് ഹെൽത്തി പ്ലേറ്റ് എന്ന് പറയുന്നത്, ഒരു ബാലൻസ്ഡ് ഡയറ്റ്. അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ പുകവലി, മദ്യപാനം തീർത്തും ഒഴിവാക്കുക. അത് നമ്മുടെ BP കൂട്ടും, അതുപോലെ ഷുഗറിനെയും അത് കാര്യമായി ബാധിക്കും. പിന്നെ ഉറക്കം, അതായത് സ്ട്രെസ് കുറയ്ക്കുക, നമ്മുടെ ടെൻഷൻ അതെല്ലാം കുറയ്ക്കണം. അതേപോലെ ഉറക്കത്തിൻ്റെ സമയം ഏകദേശം ഒരു ഉറക്കം കുറവുള്ള ആൾക്കാരിൽ എപ്പോഴും നമുക്ക് കാണാം ഷുഗറും BPയും വളരെ കൂടിയാണ് നിൽക്കുക. ഒരു 6-8 മണിക്കൂർ നമ്മൾ ദിവസം ഉറങ്ങണം. ആ ഉറക്കം കുറയും തോറും ഈ BPയും ഷുഗറും കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.
പ്രത്യേകിച്ച് നമ്മൾ ഈ സെക്യൂരിറ്റികളായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ, എവിടെയെങ്കിലും രാത്രി ഉറക്കം അവരുടെ ശരിയായിരിക്കില്ല. അവരിൽ എപ്പോഴും പ്രഷർ ഷുഗർ നമുക്ക് കൺട്രോൾ ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. എത്ര ഗുളിക കൊടുത്താലും നമുക്ക് അവരുടെ BP ഷുഗറും കുറയ്ക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ട് കാണാറുണ്ട്. അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞത് നമ്മുടെ ഭക്ഷണക്രമം അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു പരിധി വരെ ഈ ജീവിതശൈലി രോഗങ്ങൾ നമുക്ക് തടയാൻ സാധിക്കും. അപ്പോൾ ഇത് വളരെ നല്ലൊരു സംരംഭമാണ്. നമുക്ക് നേരത്തെ തന്നെ പ്രഷർ ഷുഗറും വരാനുള്ള സാധ്യത പ്രീ ഹൈപ്പർ ടെൻഷൻ, പ്രീ ഡയബറ്റിസ് എന്ന് പറയും. അത് കണ്ടുപിടിച്ചാൽ നമുക്ക് ഈ ജീവിതശൈലിയിൽ വരുത്തുന്ന മാറ്റങ്ങളിലൂടെ നമുക്കൊരു പരിധി വരെ നമുക്ക് ആ അസുഖം കൂടുതലാവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഈ എല്ലാ മാസവും ഇവിടെ 2 സെക്കൻഡ് സാറ്റർഡേ ഇങ്ങനൊരു ക്യാമ്പ് വയ്ക്കുന്നത് വളരെ നല്ല കാര്യമാണ്. അപ്പോൾ അത് നിങ്ങളെല്ലാവരും മാക്സിമം പ്രയോജനപ്പെടുത്തണം. അപ്പോൾ ഇതിലത്തെ ഓരോ അംഗങ്ങളെയും ഞാൻ ആത്മാർത്ഥമായി അഭിനന്ദിക്കുകയാണ്. ഇത് നല്ലൊരു കാര്യമാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പാലേക്കുണി കുടുംബത്തിൽ മരുമകളായി വന്ന അവസരമുണ്ട്. ബഹുമാനപ്പെട്ട മഞ്ജു ഡോക്ടർക്ക്, ഈ പ്രോഗ്രാമിൻ്റെ സൂത്രധാരിയായ ബഹുമാനപ്പെട്ട രമാ ശശിക്ക്, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ സിനി ജോസഫിനും നമ്മുടെ ഈ CNRയുടെ പേരുള്ള ആരോഗ്യവകുപ്പ് ഏൽപ്പിച്ചിരിക്കുകയാണ്. അവരുടെ കർത്തവ്യം പൂർണ്ണമായും ശരിയായി നടക്കുമെന്ന് നമുക്ക് ഉറപ്പുള്ളതുകൊണ്ട് നമുക്ക് നാളെയൊക്കെ പറ്റി പ്രതീക്ഷയോടെ ജീവിക്കാം. ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ അസുഖത്തെ പറ്റി ഡോക്ടർ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. നമുക്കിത് ആവശ്യമായ ഒരു സംഭവമാണ് നടക്കുന്നതെന്നും പ്രസിഡന്റും പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും നടന്നുകൊണ്ട് നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ, എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഇന്ന് CNRയുടെ സ്വാതന്ത്ര്യം പരിപാടി ഉദ്ഘാടനം ചെയ്യാനെത്തിയ മലയാറ്റൂർ PHCയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മഞ്ജു മേഡം, CNRA ഭാരവാഹികളെ, CNRയുടെ വനിതാ വിങ് ഭാരവാഹികളെ, ഏറ്റവും സ്നേഹമുള്ള CNRA കുടുംബാംഗങ്ങളെ, ഇന്ന് ഈ ജീവിതശൈലി രോഗങ്ങൾ വളരെ കൂടുതലായി പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയൊരു തീരുമാനം
എടുത്ത CNRAയ്ക്കും ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വന്ന ഡോക്ടർ മഞ്ജു മാഡത്തിനും CNRAയുടെ പേരിൽ എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. നമസ്കാരം. ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷനും നമ്മുടെ CNRAയുടെ പ്രസിഡന്റുമായ ഏറ്റവും ബഹുമാനപ്പെട്ട നമ്മുടെ അഡ്വക്കേറ്റ് വർഗീസ് കോയിക്കൽ അവர்கள், നമ്മുടെ യോഗം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്ന മലയാറ്റൂർ TSലെ മെഡിക്കൽ ഓഫീസറും നമ്മുടെ നാട്ടിൽ താമസിച്ച് നമ്മുടെ നാട്ടുകാരിയുമായിരിക്കുന്ന, നാട്ടുകാർക്ക് ഏറ്റവും പ്രിയങ്കരിയായിരിക്കുന്ന, നാട്ടുകാർക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്ന വിധത്തിൽ വീട്ടിൽ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഏറ്റവും ശ്രദ്ധേയയായ ഡോക്ടർ മഞ്ജു മാഡം, അതുപോലെ വനിതാ വിങ്ങിൻ്റെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, മറ്റ് കമ്മിറ്റി മെമ്പേഴ്സ്, ഇതിൻ്റെ സെക്രട്ടറി, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഭാരവാഹികൾ, നല്ലവരായ നമ്മുടെ CNRAയുടെ കുടുംബാംഗങ്ങളെ, അതുപോലെ ഈ കുടുംബാംഗം സാജു മൂഞ്ഞേലി, എല്ലാവർക്കും നമസ്കാരം പറയുന്നതോടൊപ്പം എൻ്റെ കർത്തവ്യം എന്ന് പറയുന്നത് നന്ദി പറയുന്നതിന് മുമ്പായിട്ട് 2 വാക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ഈ CNRA തുടങ്ങുമ്പോൾ ഏറെ നാളത്തെ ആഗ്രഹത്തിന് ശേഷം നമ്മൾ ഈ പ്രോഗ്രാം ഇടുമ്പോൾ, പക്ഷേ ഇത് പെട്ടെന്ന് അങ്ങനെ തീരുമാനമെടുത്ത് പെട്ടെന്ന് നടത്തിയ പോലെ ആകുമ്പോൾ ഇത്രയും മുന്നോട്ട് കുതിക്കുമെന്ന് നമ്മളാരും പ്രതീക്ഷിച്ചില്ല. കാരണം സാധാരണ മറ്റുള്ള റെസിഡൻസ് അസോസിയേഷൻകാർ പ്രവർത്തിക്കുന്നതിനേക്കാൾ ഉപരി വളരെ വേഗത്തിൽ നമ്മൾ മെയ് 4-ാം തീയതി സ്റ്റാർട്ട് ചെയ്തത്. ആ 4-ാം തീയതിക്ക് ശേഷം, ഈ മെയ് മാസത്തിന് ശേഷം നമ്മൾ വളരെ വേഗത്തിൽ ഇത് സ്റ്റാർട്ട് ചെയ്യുകയും, ഈ സ്റ്റാർട്ട് ചെയ്തതിൻ്റെ പിന്നിലെ ഓരോന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ ഓരോ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും ചെയ്തപ്പോൾ ഇവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് പറഞ്ഞു, പുല്ല് കാട് റോഡ് സൈഡൊക്കെ ക്ലീൻ ആക്കിയെന്ന്. ഈ ക്ലീൻ ആക്കി എന്ന് പറയുമ്പോൾ അത് വെറും ഒരു ക്ലീൻ ആക്കലല്ല. കാരണം എല്ലായിടവും ക്ലീൻ ആക്കുമ്പോൾ പണിക്ക് ആളെ നിർത്താറുണ്ട് നമ്മൾ. പക്ഷേ നമ്മുടെ CNRA ഗ്രൂപ്പ് ചെയ്തത് അതിലുള്ള അംഗങ്ങളെല്ലാം ഒറ്റക്കെട്ടായി അണിനിരന്നുകൊണ്ട് ഒറ്റക്കെട്ടായിട്ട് വഴിയരിയിലെ പുല്ലുകൾ, റോഡ് സൈഡിലെ പുല്ലുകൾ, വീടിൻ്റെ പരിസരങ്ങളിലെ പുല്ലുകൾ എല്ലാം പറിച്ച് അവിടെ ഉണ്ടായിരുന്ന കാടുകൾ വെട്ടിത്തെറിച്ച് സ്കൂളുകളിലേക്ക് പോകുന്ന കുഞ്ഞുങ്ങൾക്ക് ഭയം കൂടാതെ റോഡ് സൈഡിൽ കൂടെ ഒരു വണ്ടി വരുമ്പോൾ മാറി കടന്നു പോകാവുന്ന അവസരത്തിൽ ആ ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്തത് നമ്മുടെ CNRA ആണെന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലായ കാര്യമാണ്. അത് കണ്ടിട്ട് ഇപ്പോൾ മറ്റുള്ളവരെ മാതൃകയാക്കി കൊണ്ടുവരുന്നുണ്ട്, ഓരോരുത്തർ ചെയ്തു വരുന്നുണ്ട്. അതിനെല്ലാം ക്രെഡിറ്റ് നമ്മുടെ ഈ കുടുംബാംഗങ്ങൾക്കാണ്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച നമ്മുടെ പ്രസിഡന്റ്, സെക്രട്ടറി, അതുപോലെ നമ്മുടെ ട്രഷറർ സ്ഥലത്തെത്തിയിട്ടില്ല, എല്ലാവരെയും അഭിനന്ദിക്കാനും കൂടി അവസരം ഉപയോഗിക്കുകയാണ്. ഞാൻ നന്ദിയിലേക്ക് കടന്നിട്ടില്ല. രണ്ടാമതായിട്ട് നമ്മൾ ഒരു ബന്ദികൃഷി ചെയ്താൽ എന്ത് ഓണം വരുമല്ലേ എന്ന് ആലോചിച്ചപ്പോൾ നമുക്കത് തുടങ്ങാമെന്ന് പെട്ടെന്ന് തീരുമാനിക്കുകയും, കാട് കയറി കിടന്നൊരു പറമ്പ് മാഡത്തിന് ഞങ്ങൾ കാണിച്ചു കൊടുത്തിരുന്നു. കാട് കയറി കിടന്നൊരു പറമ്പ് നേരെ ഓപ്പോസിറ്റ് തന്നെയുണ്ട്. നിങ്ങളെല്ലാവരും കയറി കണ്ടോന്നറിയില്ല. അത് ചെത്തി മിനിക്ക് ഒരാളെ പണിക്ക് നിർത്താമെന്ന് പറഞ്ഞപ്പോൾ ഇതിൻ്റെ സെക്രട്ടറി എടുത്തു പറഞ്ഞൊരു സെൻറ്റൻസ് ഉണ്ട്, ഒരാളെയും പണിക്ക് നിർത്തണ്ട, നിങ്ങൾ എന്നോടൊപ്പം കൂടിയാൽ മതി, തൂമ്പ ഞാൻ എടുത്തോളാം എന്നൊരു വാക്ക് പറഞ്ഞു നമ്മുടെ സെക്രട്ടറി മിസ്റ്റർ ജോസഫ്. അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടെ അത് ഓർമ്മിക്കാനായിട്ട് നമ്മുടെ അംഗങ്ങളിലേക്ക് ഞാൻ അത് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ട് തരികയാണ്. അതോടൊപ്പം തന്നെ ഒരു പച്ചക്കറി കൃഷി ചെയ്താൽ എന്താ എന്ന് ആലോചിച്ചതിന് ഫലമായി നമുക്കത് പ്രാവർത്തികമാക്കാൻ പറ്റിയില്ല എങ്കിലും അതിൻ്റെ തുടക്കം എന്നോണം കുറച്ച് തൈകൾ നമ്മൾ നട്ടിട്ടുണ്ട്. നിങ്ങൾ കാണാത്തവർ കയറി കാണാവുന്നതാണ്. വളരെ നല്ല രീതിയിൽ അതും പിടിച്ചു വന്നിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് ചെയ്യാൻ പറ്റിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പരസ്പര സഹായ നിധി നമ്മൾ തുടങ്ങാൻ തീരുമാനിച്ചു, അതിന് രൂപം കൊടുത്തു. ഇതൊന്നും മറ്റൊരു സംഘടനയും ചെയ്തിട്ടില്ല, മറ്റേ ഇതിനൊരു റെസിഡൻസ് അസോസിയേഷൻ ചെയ്തിട്ടില്ല. ഒരു പരസ്പര സഹായ നിധി നമ്മൾ രൂപം കൊടുത്തപ്പോൾ ആ രൂപം കൊടുത്ത നിധിയിൽ നിന്നും നമുക്ക് എന്തെങ്കിലും ഒരു കൈമുതൽ നമുക്കൊരു സമയത്ത് കിട്ടുമെന്നൊരു പ്രതീക്ഷയിൽ എല്ലാ കുടുംബാംഗങ്ങളും ഒത്തൊരുമയുടെ അതിലേക്ക് ചേർന്നു എന്നുള്ളതാണ്. ഒരാളും എതിര് പറഞ്ഞില്ല, ഞാൻ ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല. എല്ലാവരും അവരവർക്ക് പറ്റിയതായിട്ടുള്ള സഹായങ്ങളോടുകൂടി അതിനകത്തേക്ക് ചേരുവാൻ സഹായിച്ചു എന്നുള്ളതാണ്. അതുപോലെ നമ്മുടെ വാർഡിലെ 55 വീട് ഒരു പുതിയ വീടുകൾ വന്നിട്ടുണ്ട്. ആ വന്നതിനുള്ള എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനവും സഹകരണവും സഹായവും നമ്മുടെ ഈ CNRAയ്ക്ക്
കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇതിൻ്റെ മുൻനിരയിൽ നിൽക്കുന്നവർ എന്ത് കാര്യങ്ങൾ നമ്മളോട് ആലോചിച്ചാലും നോ എന്ന് പറഞ്ഞ ആരും പിന്നോട്ട് പോയിട്ടില്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. എല്ലാവരും ഒപ്പം സഹകരിക്കുകയും എത്ര വലിയ മഴ വന്നാൽ പോലും അവരോടൊപ്പം നനഞ്ഞു നിൽക്കാനും 2-3 കുഞ്ഞു മക്കൾ ഉൾപ്പെടെ ഒന്നീ കുടുംബനാഥൻ്റെ അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ കുടുംബനാഥ മക്കൾ കൊച്ചു മക്കൾ ഉൾപ്പെടെ ഇതിനെ ഇറങ്ങിത്തിരിക്കുകയും ഭംഗിയായിട്ട് നമ്മുടെ ഈ CNRA എന്ന് പറയുമ്പോൾ ചർച്ച് നഗർ റെസിഡൻസ് അസോസിയേഷൻ ഭംഗിയായിട്ട് കൊണ്ടുപോകുന്നതിൽ എല്ലാവരുടെയും സാന്നിധ്യവും സഹകരണവും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആ കുതിച്ചുള്ള മുന്നേറ്റം ഒരു കാരണവശാലും പിന്നോട്ട് പോകാതിരിക്കട്ടെ. അതുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ വിശദമായിട്ട് കാര്യങ്ങളെല്ലാം ഇവിടെ ചർച്ച ചെയ്ത് കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യവും സഹകരണവും സഹായവും ഏറെ ഈ CNRA പ്രവർത്തനങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അദ്ദേഹത്തെ ഈ യോഗത്തിൽ വന്നു ചേർന്ന് അധ്യക്ഷപദ അലങ്കരിക്കുകയും വേണ്ട നിർദ്ദേശങ്ങളും കാര്യങ്ങളെല്ലാം എല്ലാവർക്കും പറഞ്ഞു തരുന്നതിന് ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറയാൻ ഉപയോഗിക്കുന്നു. ഏറ്റവും ആദരണീയ നമ്മുടെ നാട്ടുകാരി കൂടിയായ ഇപ്പോൾ നാട്ടിൽ താമസക്കാരുടെ നമ്മുടെ PHCയിലെ മലയാറ്റൂർ PSCയിലെ നമ്മുടെ ഡോക്ടർ മഞ്ജു മാഡത്തെ എനിക്കറിയാം. ഞാൻ കൈപ്ര ഹോസ്പിറ്റലിൽ ഞാൻ പോരുമ്പോഴാണ് മാഡം പിന്നാലെ അവിടെ വരുന്നത്. അപ്പോൾ കൂടെ വർക്ക് ചെയ്തിട്ടില്ലെങ്കിലും ഏറെ സ്നേഹത്തോടെ നാട്ടുകാർക്ക് പ്രിയങ്കരിയായ നാട്ടുകാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് തന്നെ എടുത്തു പറയാം. ആ എത്ര ഇഷ്ടപ്പെട്ട് നാട്ടുകാർക്ക് പുണ്യം ചെയ്യുന്നതെന്ന് പറയാം. എന്തൊരു ജനാന്നറിയാം അവിടെ ചെല്ലുന്നത്. നിങ്ങൾ ചെന്ന് കണ്ടറിയാം. അത്രയും ആൾക്കാർ അഭിപ്രായവും സമ്മതിയുമുള്ളൊരു ഡോക്ടറാണ് നമുക്ക് നമ്മുടെ നാട്ടിൽ താമസിക്കുന്നത്. അത് ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഡോക്ടർ. അപ്പോൾ മാഡത്തിന് ഈ അവസരത്തിൽ നമുക്ക് ഇതിന് കിട്ടിയതിന് തന്നെ ഞാൻ ആദ്യം നന്ദി പറയുകയാണ്. മാഡം അങ്ങനെ തിരക്കുള്ള ഒരാളാണ്. സാധാരണ ഇങ്ങനെ പോകാറുണ്ടോയെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, കേട്ടിട്ടില്ല. എന്തായാലും മാഡം ഏറെ സ്നേഹത്തോടെ ഇതിലേക്ക് വരികയും ഞങ്ങളുടെ ഈ റെസിഡൻസ് അസോസിയേഷൻ്റെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യുകയും അതോടൊപ്പം എൻ്റെ തന്നെ പ്രഷർ നോക്കിയുണ്ട് മാഡം അതിൻ്റെ റിസൾട്ട് എനിക്ക് തരികയും ചെയ്ത മാഡത്തെ ഏറെ സ്നേഹത്തോടെ ഈ CNRAയിലേക്ക് നന്ദി പറയാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നു. അടുത്തത് ഞാൻ ഏറെ സ്നേഹത്തോടെ നന്ദി പറയാൻ അവസരം ഉപയോഗിക്കുന്നു. അടുത്ത നമ്മുടെ ട്രഷറർ അതേപോലെ തന്നെ മിടുക്കനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ ഇവിടെ ഇപ്പോൾ കൂട്ടത്തിലില്ല, സ്ഥലത്തില്ല, ആൾ അത്യാവശ്യമായിട്ട് മാറിയിരിക്കുന്നു. അദ്ദേഹം സജി എന്നാണ് പേര്. സജിയെ ഏറെ സ്നേഹത്തോടെ നമ്മുടെ CNRAയിലേക്ക് വന്നതിന് നന്ദി പറയുന്നു. അതുപോലെ നമ്മുടെ ജോയിന്റ് സെക്രട്ടറി വൈസ് പ്രസിഡന്റ് ജോസേട്ടൻ, അതുപോലെ നമ്മുടെ വനിതാ വിങ് പ്രസിഡന്റ് ഏറ്റവും താല്പര്യത്തോടെ വനിതകളുടെ കാര്യങ്ങൾ ഏറ്റെടുക്കുകയും മെസ്സേജ് വഴിയും കാര്യങ്ങളെല്ലാം നടത്താൻ താല്പര്യപ്പെട്ട് എല്ലാ കാര്യങ്ങളും എല്ലാവരിലേക്ക് എത്തിക്കാനായിട്ട് മുൻനിരയിൽ നിൽക്കുന്ന വനിതാ പ്രസിഡന്റിനെയും നമ്മുടെ ജോസേട്ടനെയും അതുപോലെ ഓരോ കമ്മിറ്റി അംഗങ്ങളെയും എടുത്തു പറയുന്നില്ല, അവരെല്ലാവരെയും നന്ദി പറയാനും കൂടി ഈ അവസരം ഞാൻ ഉപയോഗിക്കുന്നു. പിന്നെ നന്ദി പറയുന്നത് വേറെ ആർക്കല്ല, കാരണം ഇത് നന്നായി കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഇതിനകത്ത് വേണം, ഓരോ കുടുംബാംഗങ്ങൾ വേണം. അപ്പോൾ എത്തിച്ചേരാൻ താല്പര്യവും സന്മനസ്സും കാണിച്ച ഈ കുടുംബാംഗങ്ങൾ ഈ പ്രവർത്തനങ്ങളെല്ലാം കൂടെ നിൽക്കുകയും ഒത്തുചേർന്ന് ഇനി എന്ത് ചെയ്യണമെന്ന് ചോദിച്ച് മുന്നോട്ട് വരികയും ചെയ്യുന്ന ഓരോ കുടുംബാംഗങ്ങളെയും എല്ലാ സഹോദരന്മാരെയും ഈ അവസരത്തിൽ CNRAയുടെ പേരിൽ നന്ദി പറയുന്നു. അടുത്തത് ഏറ്റവും കൂടുതൽ നന്ദി അർഹിക്കുന്നത് നമ്മൾക്ക് ഈ വീട്, ഇവിടെ ഇരിക്കാനുള്ള സംവിധാനം, ഈ കസേരകൾ, ഈ മുറ്റം, ഈ വീടിൻ്റെ ഉമ്മറയിൽ തന്ന നമ്മുടെ ബഹുമാനപ്പെട്ട സാജുവിനാണ്. സാജുവിനെയും കുടുംബത്തെയും ഏറെ സ്നേഹത്തോടെ നന്ദി പറയാൻ അവസരം ഉപയോഗിക്കുന്നു. കൂടാതെ നമുക്കിവിടെ ചാനൽ വന്നിരുന്നു, നിങ്ങൾ കണ്ടു കാണും, ക്ലിയർഷൻകാരാണ് വന്നത്. സിറിൽ എനിക്ക് നേരത്തെ മുതൽ അറിയാവുന്നതാണ്. ഞങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോഴൊക്കെ ഞങ്ങളുടെ കൂടെയുള്ള ആളാണ്, പാലിയേറ്റീവിൻ്റെ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് പോകുമ്പോൾ. അപ്പോൾ സിറിലിനും അതുപോലെ ഇപ്പോൾ പേര് എനിക്കറിയില്ല, സണ്ണി. അപ്പം സണ്ണിക്കും വീഡിയോ പിടിക്കുക, ഫോട്ടോ പിടിക്കുക, നമ്മളോടൊപ്പം ഈ ചൂടത്തിരുന്ന് ഇതുപോലെ നമ്മുടെ കാര്യങ്ങളെല്ലാം പിടിച്ചെടുത്ത് നമുക്കറിയാം ഇതൊക്കെ റിപ്പോർട്ടായിട്ട് വരുമെന്നറിയാം. അവർ രണ്ടുപേരെയും ഈ CNRAയുടെ പേരിൽ നന്ദി പറയാൻ ഉപയോഗിക്കുന്നു. അതുപോലെ നമുക്കിവിടെ തന്ന കറണ്ട്, ഇലക്ട്രിസിറ്റി അത് ചെയ്തവർക്കും ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറയുന്നു. അടുത്തത് നമുക്ക് നമ്മുടെ സെക്രട്ടറിയെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. അവിടെ നിന്ന് അനൗൺസ് ചെയ്ത നല്ല കിളിനാളത്തിൽ അനൗൺസ് ചെയ്ത ഹിൽഡ, നിങ്ങളെല്ലാവർക്കും അറിയാം. അപ്പോൾ ഹിൽഡയെ ഏറെ സ്നേഹത്തോടെ നന്ദി പറയാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. ഇനി ആർക്കെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. നിങ്ങൾ കാര്യമായിട്ട് എല്ലാവരും സഹകരിച്ച് പോകണം. നമ്മുടെ ഓണാഘോഷ പരിപാടിയും അതുപോലെ ടൂറിനെ കുറിച്ചും ആലോചിക്കാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ആ കമ്മിറ്റി പോകുന്നത്. ആ കമ്മിറ്റി കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾ വനിതകൾ പോകാൻ പാടുള്ളൂ കേട്ടോ. യോഗ നടപടികൾ അവസാനത്തെ പ്രഖ്യാപിക്കും.